വസ്തുവിന്റെ ഭാഷയാണ് നബി തങ്ങൾക്കറിയാത്തത്. ഇതൊരു സാദാസീത മനുഷ്യനല്ല. ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ ഹുനാതിഖുൻ ബിഫമി. പ്രവാചകരുടെ പ്രശംസ, ഈ പ്രവാചകരുടെ ഫളിലുകൾ എത്ര പറഞ്ഞാലും തീരില്ല കേട്ടോ. ഈ ഒരൊറ്റ രാത്രി കൊണ്ട് പറഞ്ഞു തീർക്കാമെന്ന് കരുതിയാൽ വൃഥാവിലാണ്, വെറുതെയാണ്. ഒരിക്കലും നബി തങ്ങളുടെ ശ്രേഷ്ഠത പറഞ്ഞാൽ തീരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ബി മക്കത ഹജറൻ يسلم علي وإني لأعرفه إذا رأيته. മദീനയിൽ വെച്ച് സ്വഹാബത്തിനോട് പറയുകയാണ്, മക്കയിൽ ഒരു കല്ലുണ്ട്, ആ കല്ല് എന്നെ കാണുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ എന്ന് എന്നെ കാണുമ്പോൾ സലാം പറയുന്നതായ ഒരു കല്ല്, അചേതന വസ്തുക്കളിൽപ്പെട്ട ഒരു സാധനം മക്കത്തുണ്ട്. അതിനെ എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ കല്ലിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എപ്പോ കണ്ടാലും കല്ല് ഉറക്ക സലാം പറയും, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് കല്ല് എന്നോട് സലാം പറയാറുണ്ടെന്ന് ആരാ പറയുന്നത്? വല്ലവരും പറയല്ല, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയുകയോ അതിന്റെ ആവശ്യവുമില്ലാത്ത, ജീവിതത്തിൽ സന്മാർഗരേഖ ലോകത്തിന് വരച്ചു കാട്ടിയ, കളവ് ചിന്തിക്കുക പോലും ചെയ്യാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഒരു സാധാരണ മനുഷ്യനാണോ? ചിന്തിക്കുക നിങ്ങൾ. നമ്മൾ നടന്നു പോകുമ്പോൾ ആരെവിടെ സലാം പറയുന്നത്? മനുഷ്യന്മാർ പോലും പറയുന്നില്ല, കൂട്ടിയിടിച്ചിട്ട്. നമ്മളെ കാണുമ്പോൾ തന്നെ മാറി നടക്കാൻ, ഹയവാൻ അതിലെ വരുന്നുണ്ട്, ഈ വഴി പോയേക്കാം എന്ന് പറഞ്ഞ് വഴിമാറി സഞ്ചരിക്കുന്നതല്ലാതെ കല്ല് പോയിട്ട് മനുഷ്യൻ പോലും സലാം പറയാത്ത ലോകം. ഇതോ കല്ല് എന്നോട് സലാം പറയുന്നു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. തങ്ങളുടെ ചാരത്ത് ഒട്ടകം വന്നുകൊണ്ട് പ്രവാചകരോട് വിശപ്പിന്നതാകുന്ന കാഠിന്യത പറഞ്ഞില്ലേ, മെലിഞ്ഞുടങ്ങിയതാകുന്ന ഒട്ടകം വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വിശപ്പിലാണ്, ദാഹത്തിലാണ്. ഒരു പ്രാവശ്യം വെള്ളം കുടിച്ചാൽ തന്നെ ഒട്ടകത്തിന്റെ പൂനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഖരിച്ചു വെച്ചു കൊടുക്കുകയാണ്. എത്ര നാളുകൾ വേണമെങ്കിലും കഴിയാനുള്ള സ്റ്റോറേജ് അല്ലാഹു നൽകിയിട്ടുള്ള മൃഗമല്ലേ. മരുഭൂമിയിലെ കപ്പലാകുന്ന ഒട്ടകം വന്നുകൊണ്ട് വിശന്ന് വലഞ്ഞിട്ട് നബി തങ്ങളോട് സങ്കടം പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ യജമാനൻ എന്നെ ശ്രദ്ധിക്കുന്നില്ല റസൂലേ, പട്ടിണിയാണ്, ദുരിതമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇടപെടുകയാണ്. ആ ഒട്ടകത്തിന്റെ ഭാഷ തിരിച്ചറിഞ്ഞ പ്രവാചകർ അതിന്റെ മുതലാളിയോട് പറയുകയാണ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. നിന്റെ ഒട്ടകത്തിന്റെ വിഷയത്തിൽ പടച്ച റബ്ബിനെ ഭയക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒട്ടകത്തിന്റെ ഭാഷ മനസ്സിലാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രാമധ്യേ അതാ പിടിക്കപ്പെട്ടതാകുന്ന മാൻപേടയുടെ സങ്കടം കാണുകയാണ്. ഒരു മാൻപേടയെ വേട്ടയാടി പിടിച്ചുകൊണ്ട് പോകുന്നതായ ഒരു കാഴ്ച നബി തങ്ങൾ കാണുകയാണ്. മാൻപേട നബി തങ്ങളോട് സങ്കടത്തോടുകൂടി പറയുന്നു, നബിയേ, എന്റെ പ്രിയപ്പെട്ട മക്കളുണ്ട്, പാല് കുടിക്കുന്ന മക്കളാണ് റസൂലേ, അവരോട് ഞാനൊന്ന് യാത്ര പറഞ്ഞ് വിട പറഞ്ഞിട്ട് വരും റസൂലേ, വരാം റസൂലേ. അല്ലാഹുവിന്റെ റസൂല് ആ മാൻപേട വിഷയത്തിൽ അതിന്റെ സംസാര ഭാഷ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ വേട്ടയാടിയ വ്യക്തിയോട് തന്നെ പ്രവാചകർ പറയുന്നു, ഈ മാൻപേടയൊന്ന് വിട്ടേക്കണേ,
അതിന്റെ മക്കളുണ്ട്, പ്രയാസത്തിലാണ്. മാതാവാകുന്ന മാൻപേടെ വിട്ടയച്ചാൽ എങ്ങനെയാണത് തിരിച്ചു വരിക? ആ മനുഷ്യൻ നബി തങ്ങളോട് പരിഭവം പറയുന്നു. ഇത് പ്രവാചകനാണെന്ന് ആ മനുഷ്യൻ അറിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ മാൻപേടയ്ക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി. ചരിത്രം ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. മാൻപേട ഇതാ വലയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വേടിയിറങ്ങി ഓടുകയാണ്. തിരിച്ചു വന്നിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ അറക്കുമെന്നുള്ള നിബന്ധനയാണ്. നഊദു ബില്ലാഹ്. അല്പനേരം കഴിഞ്ഞതാ ഓടി വരുന്നു. മാൻപേടെ അതിൻ്റെതാകുന്ന മക്കളെ കണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാമ്യം നിൽക്കുമ്പോ വേട്ടയാടിയതാകുന്ന മൃഗമാണ്. നബി തങ്ങൾക്ക് വേണ്ടി ഇതാ തന്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് വരുന്നു. അതാ ഇത് കണ്ടതാകുന്ന ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയില്ലേ. ഏത് വസ്തുവിന്റെ ഭാഷയാണ് നബി തങ്ങൾക്കറിയാത്തത്? ഇതൊരു സാദാസീത മനുഷ്യനല്ല. ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബൻ ഹുനാതിഖുൻ ബിഫമി. പ്രവാചകരുടെ പ്രശംസ, ഈ പ്രവാചകരുടെ ഫളിലുകൾ എത്ര പറഞ്ഞാലും തീരില്ല കേട്ടോ. ഈ ഒരൊറ്റ രാത്രി കൊണ്ട് പറഞ്ഞു തീർക്കാമെന്ന് കരുതിയാൽ വൃഥാവിലാണ്, വെറുതെയാണ്. ഒരിക്കലും നബി തങ്ങളുടെ ശ്രേഷ്ഠത പറഞ്ഞാൽ തീരില്ല. ഒരു സാധാ മനുഷ്യനല്ല ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാത്തിന്റെയും ഭാഷ സായക്തമുള്ള വ്യക്തി, ഏത് വ്യക്തിയുടെയും സങ്കടങ്ങൾ തീർത്തു കൊടുത്ത വ്യക്തി. അബൂജഹൽ നിലകൊള്ളുകയാണ്. അബൂജഹലിന്റെ കൈവശത്ത് നിന്ന് എനിക്ക് കിട്ടാനുള്ള തുക ഒന്ന് വാങ്ങിച്ചു തരുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നുകൊണ്ട് ഒരു മനുഷ്യൻ സങ്കടത്തോടുകൂടി പറയുകയാണ്. പറഞ്ഞു വിട്ടത് മുശ്രിക്കീങ്ങളാണ്. നിനക്ക് കിട്ടാനുള്ള തുക അബൂജഹലിന്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ ആ കാണുന്ന കുടിൽ വസിക്കുന്ന മുഹമ്മദിന്റെ ചാരത്ത് പോയി പറഞ്ഞുകൊള്ളുക, ഉറപ്പായും നിനക്ക് വാങ്ങിത്തരുമേ എന്ന് കളിയാക്കി പറഞ്ഞു വിട്ടതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ സങ്കടം പറഞ്ഞപ്പോൾ നബി തങ്ങൾ ഉടനടി ഇറങ്ങുകയാണ്. അബൂജഹലിന്റെ വീട്ടുപടിക്കലെത്തി. ശത്രുക്കൾ മുഴുവനും കൂടി മാറി നിൽക്കുകയാണ്. എന്താണ് രംഗം? അബൂജഹൽ ആട്ടിവിടുന്നതൊന്ന് കാണണം കേട്ടോ. എല്ലാവരും വലിയ സാഗൂതം ശ്രദ്ധയിലെത്തി നിലകൊള്ളുമ്പോ അബൂജഹൽ ഇതാ പുറത്തേക്ക് വിരിമാറ്റി വരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കാണുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യന് നീ കൊടുക്കാനുള്ള സമ്പത്ത് തിരിച്ചു കൊടുക്കണേ. പറഞ്ഞു തീരണ്ട താമസം അകത്ത് പോയി സമ്പത്ത് എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈവശം വെച്ച് കൊടുക്കുകയാണ്. അത്ഭുതം കൂറുകയാണ് അവിശ്വാസികൾ. വലിയ വീരവാദം മുഴക്കിയവനല്ലേ അബൂജഹൽ. മുഹമ്മദിനെ കണ്ടാൽ തൊഴിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരല്ലേ, ചീത്ത വിളിക്കുന്നവനല്ലേ, ശകാരിക്കുന്നവനല്ലേ. എന്തേ നേരിട്ട് കിട്ടിയത് ഒന്ന് പെരുമാറാതെ പോയത്? അവിശ്വാസികൾ വന്ന് ചോദിക്കുമ്പോ അബൂജഹൽ പറയുകയാണ്, റഅയ്തു ബിഐനയ്യ, എന്നെ രണ്ട് കണ്ണുകൾ കൊണ്ട് ഞാൻ നേർക്ക് നേരെ കണ്ടതാണ് കൂട്ടുകാരെ. മഹാനായ മുഹമ്മദ് എന്ന വ്യക്തി എന്റെ അടുക്കൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ രണ്ട് ചുമലുകളിലും വലിയ രണ്ട് സിംഹം ആക്രോശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ആ പൈസ കൊടുത്തില്ല എങ്കിൽ സെക്കൻഡിൽ എന്നെ കടിച്ചു കീറുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് കാരണം കൊണ്ടാണ് ഞാൻ സമ്പത്ത് എടുത്തു കൊടുത്തത് എന്ന് അബൂജഹലു കൂട്ടുകാരോട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ ഇതൊരു സാദാസീത മനുഷ്യനല്ല എന്ന് തിരിച്ചറിയണേ. ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബൻ ഹുനാതിഖുൻ ബിഫമി. ഈ പ്രവാചകരെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരൂല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ആ നബിയെ മദ്ഹ് ചെയ്യണം, പ്രകീർത്തിക്കണം. അതിനാണ് മുസ്ലിമീങ്ങളായ നമ്മളെ പടക്കപ്പെട്ടത്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? സ്തുതിക്കപ്പെടേണ്ടവൻ എന്നാണ് അർത്ഥം.
മുഹമ്മദ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് മീമാണ്. മുഹമ്മദ്, രണ്ട് ചുണ്ടുകൾ ചേരുമ്പോഴേ മീമിന്റെ ഉച്ചാരണം ആവുള്ളൂ. എന്ന് പറഞ്ഞു നോക്കിയാൽ മുഹമ്മദ് അല്ലേ, അത് മീമ് മാത്രമല്ല, പിന്നെ എങ്ങനെയാ മുഹമ്മദ് ഉമ്മ കൊടുക്കണം എന്നാലേ തീരുവല്ലോ. നബിക്ക് ഉമ്മ, നബിയുടെ പേര് പറയുമ്പോ തന്നെ ഉമ്മയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, അല്ലാതെ ഒന്ന് പറഞ്ഞു നോക്കി. അല്ലാതെ പറയും എന്ന് പറയേണ്ടി വരും. മുഹമ്മദ് എന്ന് പറയുമ്പോൾ രണ്ട് ചുണ്ടുകൾ വന്നങ്ങോട്ട് ചുണ്ട് ചേർന്നേ പറ്റും. അതിനെ അവിശ്വാസികളാണെങ്കിലും നിരീശ്വരവാദികളാണെങ്കിലും യുക്തിവാദികളാണെങ്കിലും പ്രവാചകരെ എതിർക്കുന്നതായ ഓറിയന്റലിസ്റ്റുകളാണെങ്കിലും ഏത് വ്യക്തികളാണെങ്കിലും അവരൊക്കെ ഈ പേര് പറയുമ്പോൾ തന്നെ നബിക്ക് ചുംബനം കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. നബിയെ എതിർക്കാൻ വേണ്ടി നിൽക്കുന്നവർ പോലും ചുണ്ട് ചേർത്തേ പറ്റൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതൊരു വല്ലാത്ത പേരായി പോയി. എന്നാലോചിച്ചോ, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാഹി വഅബ്ദുർറഹ്മാൻ. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം രണ്ട് നാമങ്ങളാണ്. ഒന്ന് അബ്ദുള്ളയാണ്, മറ്റൊന്ന് അബ്ദുർറഹ്മാനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആലോചിച്ചു നോക്ക്, നബിയുടെ പേരോ മുഹമ്മദ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുറഹ്മാൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ ആ നബിയുടെ പേര് അള്ളാഹു ആക്കിയത് മുഹമ്മദ് എന്നാണ്. അബ്ദുൽ മുത്തലിബിനെ ആ പേരിടാൻ വേണ്ടി തോന്നിച്ചു. ഞങ്ങൾ മങ്കൂസ് മൗലിദിൽ ഓതുന്നില്ലേ, അതിലുണ്ടല്ലോ ഖാലബിനി സഹാക ലമ്മാ കാന ലിയൗമു സാബിഉ ദബഹനഹു ജദ്ദുഹു അബ്ദുൽ മുത്തലിബ് വഖാമ ബിഅംരിഹി കമാ യജിബു വദഅ ഖുറൈശൻ വഅത്അമഹും വഅക്രമഹും ഫലമ്മാ അകലു ഖാലു യാ അബ്ദുൽ മുത്തലിബ് മാ സമ്മൈത ബിനക ഖാല സമ്മൈതുഹു മുഹമ്മദാ. കുട്ടി ജനിച്ച് 7 വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയതാകുന്ന കുട്ടിയായതുകൊണ്ട് ബഹുമാനപ്പെട്ടതാകുന്ന പിതാമഹൻ അബ്ദുൽ മുത്തലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അദ്ദേഹം കുട്ടി ജനിച്ച് 7 നല്ല ഒരു അറവ് നടത്തിയിട്ട് ആളുകൾ അതിലേക്ക് വിളിച്ചു. എന്നിട്ട് നല്ല സൽക്കാരം കൊടുത്തു, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു, അവരെ ആദരിച്ചു, ബഹുമാനിച്ചു, കൈമടക്കൊക്കെ കൊടുത്ത് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി നിർത്തി. അപ്പൊ ആളുകൾ ചോദിച്ചു, മാ സമ്മൈത ബിനക്, എന്താണ് മോന്റെ പേരെന്താ? ഖാല സമ്മൈതുഹു മുഹമ്മദാ, ഇവന് ഞാൻ പേര് വെച്ചത് മുഹമ്മദ് എന്നാണ്. കുട്ടി ജനിച്ച് 7 അന്നാണ് എന്ത് വേണ്ടത്? അറവ് നടത്തേണ്ടതും മുടി കളയേണ്ടതും പേരിടൽ കർമ്മം വേണ്ടതും. ഈ 3 കർമ്മം അന്നാണ്. കുട്ടി എന്നാണ് ജനിക്കുന്നത് അതിന്റെ 7 അന്ന്. അത് ചൊവ്വാഴ്ച ആയാലും കൊള്ളാം, ബുധനായാലും കൊള്ളാം, വെള്ളി ആയാലും കൊള്ളാം, ഏത് ദിവസമാണെങ്കിലും കുട്ടി ജനിച്ചതിന്റെ 7ാമത്തെ ദിവസം ഈ കർമ്മങ്ങൾ നടന്നിരിക്കണം. ചില ആളുകൾ കുട്ടി ജനിച്ച ഉടനെ ചെവി വിളിച്ച് ബാങ്ക് വിളിച്ചിട്ട് ഉടനെ പേര് വിളിക്കും. അതല്ല, ഇസ്ലാമിക നിയമം എങ്ങനെയാണ്? കുട്ടി ജനിച്ച് 7 അന്നാണ് മുടികളച്ചിൽ, പേരിടൽ കർമ്മം, അതോടൊപ്പം തന്നെ അഖീഖയുടെ അറവ്. 7 അന്ന് നടന്നില്ലേ, പിന്നെ 7ന്റെ ഗുണിതമാണ് 14, 21 അങ്ങനെ പോകും. അങ്ങനെയാണ് നോക്കേണ്ടത്. 7 നടന്നില്ല, എന്നാൽ 10 ആക്കിയേക്കാം, നമ്മുടെ സൗകര്യം റാഹത്തായിട്ട് നമുക്കെല്ലാവർക്കും ഫ്രീ കിട്ടിയ ഒരു ദിവസം. അങ്ങനെയല്ല, ഓരോന്നിനും ഓരോ സുന്നത്തുണ്ട്. ഇതൊരു സുന്നത്താണ്, ആ സുന്നത്തിന് മറ്റു സുന്നത്തുകളുണ്ട്. ഏതുപോലെ നിക്കാഹ് ഒരു സുന്നത്താണ്, ആ നിക്കാഹ് നടത്തേണ്ടത് എവിടെയാണ്? പള്ളിയിൽ വെച്ചാണ്. നിക്കാഹ് ഒരു സുന്നത്താണ്, പക്ഷെ ആ സുന്നത്തിന് മറ്റു സുന്നത്തുകളുണ്ട്. എന്നതുപോലെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന് പേരിടൽ കർമ്മം, അതിന്റെ മുടികളച്ചിൽ, അതിന്റെ പേരിൽ അറവ്, ഇതൊക്കെ 7 തന്നെ അവൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 7 പറ്റിയില്ലേ 7ന്റെ ഗുണിതം നോക്കണം. 7, 14, 21 അങ്ങനെയാണ് മസല. ഇൻഷാ അല്ലാഹ് ഒക്കെ പിന്നെ പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാന്ദ്രമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. അങ്ങനെ 7 അറവ് നടത്തി കുട്ടിയുടേതാകുന്ന കർമ്മത്തിൽ പേരിടൽ കർമ്മം നടത്തുന്നു. എന്താ പേരെന്ന് ചോദിച്ചപ്പോ സമ്മൈതുഹു മുഹമ്മദാ, മുഹമ്മദ് എന്ന പേര് വെച്ചു. فقالوا قد رغبت عن اسماء ابائك, നിന്റെ വാപ്പമാരുടെ പേരുകളൊക്കെ വ്യത്യസ്തമായ പേരാണല്ലോ. ഹുസയ്യ, കിലാബ്, പല പേരുകളാണ്. എന്താണ് ഒരു വെറൈറ്റി പേര് വിളിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു സമ്മൈതുഹു മുഹമ്മദാ. എന്താ കാരണം അങ്ങനെ പേര് വെക്കാൻ കാരണം? അറത്തു അൻ യഹ്മദഹു മൻ അലൽ ഗബറാ, ലോക ജനത അദ്ദേഹത്തെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സ്തുതിക്കുവാനും ഞാൻ ലക്ഷ്യം വെക്കുന്നു എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അല്ലേ നമ്മൾ മങ്കൂസ് മൗലിദിൽ പിന്നെ മഗ്‌രിബിന് ശേഷം ഓതിയില്ലേ? ഓതിയില്ല അല്ലേ? ഇന്ന് ചീരണി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഓതിയില്ല ഉസ്താദ്. ചീരണി ഉണ്ടെങ്കിൽ ഫ്രണ്ട് ഇരിക്കും, ഇല്ലെങ്കിൽ പിന്നെ അള്ളാഹ് വഴിക്ക് പോകില്ല. അങ്ങനെയാണോ? അങ്ങനെ ആകരുത്. നബിയുടെ മൗലിദ് ഓതണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും
നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ. ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ. കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. മഹാനായ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു ശർഹ് ശമാഇൽ രേഖപ്പെടുത്തി വെച്ചതായ മനോഹരമായ സംഭവങ്ങളെ ഓർത്തിണക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുനാ തൽവാ ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ അൽ മവാഹിബുൽ ജലിയയിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പ്രവാചകർ ജനിച്ച സമയത്തുള്ള അത്ഭുത സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഗദ്യത്തിലും പദ്യത്തിലും ഉള്ളതാകുന്ന സമ്മിശ്രമാക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണല്ലോ മനോഹരമാക്കപ്പെട്ട മൗലിദ് കിതാബുകൾ. അത് വീട്ടിൽ പാരായണം ചെയ്യണേ. കേവലം പള്ളികളിൽ മാത്രമല്ല, മദ്രസകളിൽ മാത്രമല്ല, ദീനീ കലാലയങ്ങളിൽ മാത്രമല്ല, അവനവന്റെ കച്ചവട സ്ഥാപനങ്ങളിൽ, അവനവന്റെ വീടിന്റെ കത്തളങ്ങളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കണേ. എല്ലാ കണ്ണേറ് വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ടും അസൂയാലുക്കളുടെ അസൂയയെ തൊട്ടും മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് നിന്റെ കച്ചവടം നഷ്ടത്തിലാകാൻ, നീയൊന്ന് തകർന്നു കാണാൻ, നിന്റെ കുടുംബം ഇല്ലായ്മയാകാൻ എല്ലാ നിലക്കും ആശിക്കുന്ന കുടുംബങ്ങളുണ്ട്, അയൽവാസികളുണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, സമുദായങ്ങളുണ്ട്, ഇതര സമുദായങ്ങളുണ്ട്. എല്ലാത്തിൽ നിന്നും നിനക്കും കുടുംബത്തിനും സംരക്ഷണം വേണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ചൊല്ലണേ, മൗലിദ് പാരായണം ചെയ്യണേ. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു കണ്ണേറിനെ തൊട്ട് കാവൽ, അസൂയാലുക്കളുടെ അസൂയ തൊട്ട് കാവൽ, കള്ളന്റെ ഷർറ് മാറും, എല്ലാ വബാ ബലാ മുസീബത്തുകളെ തൊട്ട് സംരക്ഷണം വീട്ടിൽ ഓതണം. നമ്മളൊക്കെ ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് 10 മിനിറ്റ് പൊതി ഉണ്ടെങ്കിൽ റാഹത്തായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നല്ലാതെ വീട്ടിൽ അല്ലാത്ത മൗലിദൊക്കെ നടത്തിയ കാലം പറഞ്ഞു. അതൊക്കെ വാപ്പായിരുന്നു നടത്തിയത്. അപ്പം മരിച്ചു ഉസ്താദ്. അപ്പൊ പിന്നെ ആ പരിപാടിയൊന്നുമില്ല, വേറെ ജോലിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഓരോരോ പ്രശ്നങ്ങൾ, അടിക്കടി വിഷയങ്ങൾ, മാരകമാകുന്ന രോഗങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വരുന്നത്. വീട്ടിൽ മൗലിദ് പണ്ടൊക്കെ കാലത്ത് എല്ലാ മാസത്തിലും മഹല്ലിലെ ഉസ്താദുമാരെ വിളിച്ചിട്ട് ഒരു ദിവസം മൗലിദ് ഓതും. അത് ബദർ മൗലിദ് ഓതുന്നവരുണ്ട്, മങ്കൂസ് മൗലിദ് ഓതുന്നവരുണ്ട്, പ്രവാചക പ്രകീർത്തന സദസ്സുകൾ വീട്ടിൽ സംഘടിപ്പിച്ചവരുണ്ട്. ഒരുപാട് ആളെയൊന്നും വേണമെന്നില്ല. നമ്മുടെ വീട്ടിൽ നമ്മളുള്ളവർ മാത്രം, മക്കളും കുടുംബങ്ങളും ചേർന്നിരുന്നു. അതൊന്നും ഓതുന്നില്ല, വലിയ ആളായി. അല്ലാഹു മലക്കാക്കുമാർ. قال الإمام السيوطي رحمه الله: ما من بيت أو مسجد أو محلة قرئ فيه رسول الله، قرئ فيه مولد رسول الله صلى الله عليه وسلم إلا حفتهم الملائكة وغشيتهم الرحمة. ഏതെങ്കിലും ഒരു വീട്ടിലോ, ഏതെങ്കിലും ഒരു പള്ളിയിലോ, ഏതെങ്കിലും ഒരു മഹല്ലത്തിലോ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് കീർത്തനങ്ങൾ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കുകളുടെ വലിയ വലയം ആ ഭാഗത്ത് തീർക്കുകയാണ്. ഇല്ലാ ഹഫതുഹുൽ മലായിക, ആ സദസ്സുകൾ മലക്ക് വന്നുകൊണ്ട് പൊതിയുകയാണ്, അവരുടെ ചിറക് വന്നുകൊണ്ട് വിരിക്കുകയാണ്. വഗശിയതുഹുർ റഹ്മ, ആ ചൊല്ലുന്ന വീട്ടുകാരാവട്ടെ, ചൊല്ലുന്ന മഹല്ലത്തിലുള്ളവരാകട്ടെ, ചൊല്ലുന്നതായ കച്ചവടക്കാരാകട്ടെ, പള്ളിക്കാരാവട്ടെ, അവർക്ക് അല്ലാഹുവിന്റെ കരുണയുണ്ടാകുമേ എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചൊല്ലണ്ടേ, നബിയെ പ്രകീർത്തിക്കണ്ടേ? പിന്നെ ആരെയാ പ്രകീർത്തിക്കേണ്ടത്? രാഷ്ട്രീയക്കാരെയോ? പിന്നെ ആരെയാണോ പ്രകീർത്തിക്കേണ്ടത്? സാമുദായിക നേതാക്കളെയോ? നീ രാഷ്ട്രീയക്കാരെ വിളിച്ചിരുത്തിയിട്ട്, സദസ്സുകളിൽ ഇരുത്തിയിട്ട് മണിക്കൂറുകളോളം പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും പറഞ്ഞ് ഗിർവാണം മുഴക്കി അവരെ നീ വാനോളം പുകഴ്ത്തുവല്ലോ.
നിന്റെ സ്വന്തം മകള് SSLCക്ക് A+ കിട്ടിയാല് രാത്രി ChatGPT-യോട് ചോദിച്ചിട്ട് ഒരു ഫ്ലക്സ് ഡിസൈൻ ചെയ്തിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പായിട്ട് കടയിൽ പോയി ഫ്ലക്സ് ബോർഡ് അടിച്ച് നഗരങ്ങളുടെ മുഴുവൻ ചത്വരങ്ങളിലും കൊണ്ടുവന്ന് വെച്ച് സ്വന്തം മകളെ കുറിച്ച് മകനെ കുറിച്ച് നാട്ടുകാരോട് സമൂഹത്തോട് ഗീർവാണം മുഴക്കി അഭിമാനം മുഴക്കുന്നവൻ ലോകത്തിന്റെ നേതാവായി കടന്നു വന്ന കാരുണ്യത്തിന്റെ തിരുദൂതരെ കുറിച്ച് 2 വാക്ക് പ്രശംസിക്കാൻ നിന്റെ വാക്ക് പൊങ്ങുന്നില്ല എങ്കിൽ നീ എന്ത് മുസ്ലിമാ? കുറിച്ച് മദ്ഹ് പറയാൻ മാത്രം അവന് ആയത്ത് വേണം, ഹദീസ് വേണം. നാട്ടുകാരെ കുറിച്ച് പുകഴ്ത്താൻ ആയത്തും വേണ്ട, ഹദീസും വേണ്ട. ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് പുകഴ്ത്തുന്നു, ഏത് ഹദീസിലാ ഉള്ളത്, ഏതായത്തിലാ ഉള്ളത്? നബിയെ കുറിച്ച് പുകഴ്ത്താൻ എന്തിനിത്ര മടിക്കുന്നത്? ആ സദസ്സിൽ ഇരിക്കാൻ എന്ത് മടിക്കുന്നത്? നിസ്കാരം കഴിയുമ്പോ മഗ്‌രിബിന് ശേഷം പല പള്ളികളിലും മൗലിദ് ഓതുമ്പോ ചിലരങ്ങ് എഴുന്നേക്കാണ്, അവനെ വീട്ടിലോട്ട് പോവാ. എടാ അവിടെ ഇരിക്കുക, എന്താ ഇത്ര വെപ്രാളം? നിന്റെ ഉള്ളിൽ ബിദ്അത്തിന്റെ ലാഞ്ചന വന്നു തുടങ്ങി. അല്ലാഹു കാക്കുമാറാവട്ടെ. ഈമാൻ നഷ്ടപ്പെട്ടു തുടങ്ങുന്നവനാണ് അതിൽ നിന്ന് എഴുന്നേറ്റ് മാറി നിൽക്കുന്നവൻ. എന്നിട്ട് ഒരു പണിയും ഇല്ല, വീട്ടിൽ പോയി കട്ടൻ ചായം കുടിച്ച് ഇങ്ങനെ ഇരിക്കുക, എപ്പോഴാണ് അസ്രായേൽ വരുന്നത് നോക്കി, അല്ല വേറെ പണിയൊന്നുമില്ല. മൗലിദ് ഓതുന്നതിന് വലിയ എതിർപ്പ്, എന്തോ വലിയ വിഷമം പോലെ. ചിലര് പറയും നബി ഓതിയിട്ടില്ല. ആണോ? അതാ കേട്ടോ, ഞാൻ തെളിവ് പറഞ്ഞുതരാം, 1-2 ശരിക്കും കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അനുഗ്രഹം ചൊരിയപ്പെട്ട വ്യക്തിയാണ്. ഖുർആനല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. ലഖദ് മന്നല്ലാഹു, അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. ഖുർആൻ പറഞ്ഞത് അനുഗ്രഹം ആണ്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, മനുഷ്യരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകരെ അവരെ നന്നാക്കാൻ, സംസ്കാരമുള്ളവരാക്കാൻ അള്ളാഹു അവരിലേക്ക് നിയോഗിച്ചു. അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അപ്പൊ നബി തങ്ങൾ അനുഗ്രഹമെന്ന് ഖുർആൻ തന്നെ അടയാളപ്പെടുത്തിയതാണ്. ആ അനുഗ്രഹമാകുന്ന നബി തങ്ങളെ നമുക്ക് കിട്ടുമ്പോൾ, അനുഗ്രഹം കിട്ടിയാൽ എന്ത് ചെയ്യണം? മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം? നന്ദി പ്രകാശിപ്പിക്കണം. വേണ്ടേ? അനുഗ്രഹങ്ങൾ ചെയ്താൽ, നന്ദി പ്രകാശിപ്പിച്ചാൽ അല്ലാഹു അനുഗ്രഹങ്ങൾ അധികരിപ്പിക്കും. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് നാം അധികരിപ്പിച്ചു തരും. വലഇൻ കഫർതും, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അതിനോട് നിഷേധം കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആര്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. കാരണം ഈ നബി മുഖേനയാണ് ലോകത്തുള്ള സർവരും നാളെ രക്ഷപ്പെടുന്നത്. ശഫാഅത്തുൽ ഉദുമ ഈ നബിക്കേ ഉള്ളൂ, ഒരൊറ്റ അമ്പിയാക്കൾക്കില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ. ഈ നബിയിലൂടെയാണ് രക്ഷ. അതുകൊണ്ട് ആ പ്രവാചകർ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ വെറുതെ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ആ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറയണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നിന്റെ റബ്ബിന്റെ നിഅമത്തുകളെ ഫഹദ്ദിസ്, നീ പറയണം. അതാണ് മൗലിദ് ഓതുക. നബിയെ പ്രകീർത്തിക്കുക, നബിയുടെ മദ്ഹുകൾ ചൊല്ലുക. മൗലൂദ് എന്ന് പറയുന്നവരുണ്ട് ചിലത്, തെറ്റാണ്. എങ്ങനെയാണ് പറയേണ്ടത്? മൗലിദ് എന്നാണ് പറയേണ്ടത്. മൗലിദ് ആദ്യം പറയാൻ തന്നെ പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു മൗലൂദ് ഉണ്ട്, അതാ ഉദ്ദേശം. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. മൗലിദ് എന്നാണ് പറയേണ്ടത്. ശരിക്കും മനസ്സിലാക്കണേ. ഞാനിപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വളരെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, കുറച്ചു നേരം കൂടെ പോകാം അല്ലേ? ഒരു 10:30 നിർത്താം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് തുടക്ക ദിവസം. അല്ലാഹു നമ്മുടെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. മൗലൂദല്ല, പിന്നെന്താ പറയേണ്ടത്? മൗലിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്തുണ്ടായ സംഭവ വികാസങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. ആ അത്ഭുതങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗദ്യത്തിലും പദ്യത്തിലുമായിട്ട് ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾക്കാണെന്ന് പറയുന്നത് മൗലിദ് എന്ന് പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണം. അല്ലാതെ എന്താണ് ഒന്ന് ശിർക്കിന്റെ കൂടാരാണ് എന്നൊക്കെ ചിലർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്, അറിവില്ലാത്തത് കൊണ്ടാണ്. നബി ജനിച്ച സമയത്തുണ്ടായ ഒരുപാട് സംഭവങ്ങൾ, അത് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര രേഖയിലുള്ളതാണ്. ആരൊക്കെ എഴുതി തള്ളിയാലും ഒരിക്കലും തള്ളി മാറ്റാൻ പറ്റൂല. ചരിത്രം അത് സ്ഥിരപ്പെട്ടത് തന്നെയാണ്.
ആ ഗദ്യപദ്യത്തിലുള്ളതാകുന്ന സമ്മിശ്രമാക്കി ക്രോഡീകരിച്ചതാകുന്ന ഗ്രന്ഥങ്ങൾ അത് പലതുമുണ്ട്, ഒരുപാടുണ്ട് മൗലിദ് കിതാബുകൾ. നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രചാരം നേടിയതാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനി ദേശക്കാർക്ക് മാരകമാകുന്ന വിപത്തുണ്ടായപ്പോൾ ആ രോഗശമനത്തിന് വേണ്ടി അവർക്ക് നിർദ്ദേശിച്ചു കൊടുത്ത മങ്കൂസ് മൗലിദ്. അത് നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരം നേടി. കൂടുതൽ ആളുകളും കൂടുതൽ പള്ളികളിലും കൂടുതൽ വീടുകളിലും അതാണ് ഓതുന്നത്. ഏറ്റവും എളുപ്പമാണ്, ഹ്രസ്വമാണ്, ഹൃദ്യമാണ്. അരമണിക്കൂർ കൊണ്ട് സംഭവം വൃത്തിയായിട്ട് ഓതി തീർക്കാൻ പറ്റും. പക്ഷെ അത് ഓതണം. നമ്മൾ 1 മുതൽ 12 വരെ ആകാൻ കാത്തിരിക്കുക. തീർന്ന് റാഹത്തായി, നാളെ മുതൽ ഇല്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കുക. മലബാറിൽ അങ്ങനെയല്ല, 30 ദിവസം വരെ ഓതും. മലബാറിലോട്ട് പോയി നോക്ക് നിങ്ങൾ, 30 ദിവസം ഓതും. അത് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം മുതൽ മൊഹീദ്ദീൻ മൗലിദും മൊഹീദ്ദീൻ മാലയ. കാരണം എന്താ, റബീഉൽ ആഖിർ 10 കൂടി തന്നെ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആണ്ട് വരുന്നുണ്ട്. അതും ബന്ധിച്ചുകൊണ്ട് പിന്നീടുള്ള ഒരു മാസം അവരതോ അങ്ങ് ഓതും. നമ്മൾ ഇത് തന്നെ എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്നുള്ള ചീരണി ഉണ്ടോ നോക്കും. വെളിയിലോട്ട് ആജിയാറ കണ്ണങ്ങോട്ടാണ്. ഉറുക്കം ചത്താലും കണ്ണു കോഴിക്കോട്ടില്ലെന്ന് പറഞ്ഞ പോലെ ആജിയാർ അങ്ങോട്ട് നോക്കും. എന്തെങ്കിലും വല്ലതും ഉണ്ടോ, വാഴക്കോല ഉണ്ടോ, ഈത്തപ്പഴം ഉണ്ടോ. ഉണ്ടെങ്കിൽ ആജിയാർ ഒന്ന് ചമ്രം പടിഞ്ഞിരിക്കും 10 മിനിറ്റ്. ഇല്ലെങ്കിൽ അല്ല, അങ്ങനെ ആവരുത്. ഇതിന് വലിയ ബറക്കത്തുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് അല്ലാഹു നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് ഖുർആൻ. അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കേണ്ടത്? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിങ്ങൾ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറയണം. അവൻ നബിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, നബിയാകുന്ന അനുഗ്രഹം എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ വിളിച്ചു പറയണം. നബി ആരാന്നുള്ളത് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാ, നബിയുടെ മൗലിദ് നാട്ടുകാരൊന്നും ഓതണ്ട, നബി ആദ്യം ഓതി. ദാ കേട്ടോ ഹദീസ്, ശരിക്കും ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം. നബി ഓതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ, അവർക്കുള്ള മറുപടിയാണിത്. നബി ഓതിയിട്ടുണ്ട്. ദാ കേട്ടോളൂ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന അവ്വലു മൻ യൻശഖു അൻഹു ബത്നുൽ അർളി. നാളെ സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 3ാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ആദ്യമായി ഭൂമിയുടെ പുറത്തേക്ക് കടന്നു വരുന്നത് ഞാനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അന അവ്വലു മൻ ജാവസ സിറാത്ത. സിറാത്ത് പാലം ആദ്യമായി വിട്ടുകിടക്കുന്നത് ഞാനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അന അവ്വലു മൻ യുഹർരിഖു ഹൽഖത ബാബിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിക്കുന്നത്, സ്വർഗ്ഗത്തിന്റെ വട്ടക്കണ്ണിയിൽ ആദ്യമായി പിടിച്ചു കുലുക്കുന്നത് ഞാനായിരിക്കും സ്വഹാബ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന. സ്വർഗ്ഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത് ഞാനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വമഈ ഫുഖറാഉൽ മുഅ്മിനീൻ. ആ സ്വർഗ്ഗത്തിൽ ഞാൻ കടക്കുമ്പോൾ എന്നോടൊപ്പം സാദിഖുകളാകുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടാകുമെന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവസാനത്തെ പ്രവാചകൻ ഞാനാണ് എങ്കിലും ആദ്യമായി എൻ്റെ ഉമ്മത്തിൻ്റെതാണ് നാളെ മഹ്ശറയിൽ ഹിസാബ് കഴിഞ്ഞു കിടക്കുക എന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ. അന അവ്വലു ശാഫിഇൻ വ മുശഫഇൻ. ആദ്യമായി ശുപാർശ ചെയ്യുന്നത് ഞാനാണ്, എന്നെയാണ് ശുപാർശ അല്ലാഹു സ്വീകരിക്കുക എന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബി തന്നെ നബിയുടെ മദ്ഹ്, അതന്നെയാണ് മൗലിദ്. നബിയുടെ മദ്ഹ് ചൊല്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനാണ് ആദ്യമായി സ്വർഗത്തിൽ കിടക്കുക, ഞാനാണ് ആദ്യമായി സ്വർഗത്തിന്റെ വട്ടക്കണ്ണിയിൽ പിടിക്കുക, ഞാനാണ് സ്വർഗത്തിലേക്ക് എൻ്റെ ഉമ്മത്തുമായി കടക്കുക. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഹദീസാണിത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വന്തമായി പ്രവാചകരെ പ്രകീർത്തിച്ചുകൊണ്ട് കാണിച്ചു തന്നു. മങ്കൂസ് മൗലിദ് ഓതിയതിന് തെളിവില്ലല്ലോ. അതിനാ ബുദ്ധി വേണമെന്ന് പറയുന്നത്. മങ്കൂസ് മൗലിദ് രചിച്ചത് സൈനുദ്ദീൻ മഖ്ദൂമാണ്, നബിക്ക് മുമ്പുള്ള ആളുകളല്ല. സൈനുദ്ദീൻ മഖ്ദൂം രചിച്ചത് ഈ അടുത്താണ്, മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പിന്നെയും വിവരമില്ലാത്ത ചോദ്യം ചോദിക്കും, മങ്കൂസ് മൗലിദ് നബി ഓതിയിട്ടുണ്ട്. മങ്കൂസ് മൗലിദ് രചിച്ചത് പിന്നീടാണോ? അന്ന് മങ്കൂസ് മൗലിദ് രചിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെ മങ്കൂസ് മൗലിദ് നബി തങ്ങൾ ഓതും? നബി തങ്ങൾ ഓതിയതിനെ കുറിച്ച് ചർച്ച ചെയ്യും. നബി തങ്ങൾ സ്വന്തമായി പ്രകീർത്തിച്ചു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ തെളിവതല്ലേ? നബി സ്വന്തമായി അവിടുന്ന് മദ്ഹ് ചെയ്തു.
ഇനി സഹാബത്ത് ചെയ്തിട്ടുണ്ടോ ചോദ്യം അടുത്തത്. അതിന് മറുപടി ഓരോന്നോരോന്ന് പോരട്ടെ, എല്ലാം വരട്ടെ. ഖുർആൻ കൊണ്ട് നമ്മളിപ്പോൾ തെളിവ് പറഞ്ഞു, നബിയെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കണമെന്നും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി മദ്ഹ് ചെയ്തതിനെ തെളിവ് പറഞ്ഞു. സ്വഹാബത്ത് ചെയ്തതിനെ തെളിവാണ് ഇനി പറയാൻ പോകുന്നത്. നല്ലതുപോലെ കേൾക്കണം കേട്ടോ. പിന്നെ പറയരുത് ഞാൻ കേട്ടില്ല മുസ്ലിയാരെ, കേട്ടില്ല എന്ന് പറയരുത്. നല്ലതുപോലെ ചെവി കൂർപ്പിച്ചോണം. അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. യാത്രാവേളയിൽ സ്വഹാബത്ത് പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും യാത്ര ചെയ്യുന്ന വേളയിൽ ആ യാത്രക്കാരിൽ ഒരാളായി നിലകൊണ്ടതായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ കേൾക്കുമാർ ഉറക്കെ പാടുകയാണ്. എന്തിനാണ് ഈ പാട്ട് പാടുന്നത്? യാത്രയിലുള്ള ക്ഷീണമില്ലാതിരിക്കാൻ, മരുഭൂമിയിലൂടെ പൊടിപടലങ്ങളുടെ കാറ്റുകൾ അടിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് യാത്ര മുന്നോട്ട് ക്ലേശകരമായി പോകുമ്പോ ഈ മനോഹരമാകുന്ന കവിതാശകലങ്ങളിലൂടെ ആവേശം പറന്നുകൊണ്ടവർക്ക് മുന്നോട്ടുള്ള യാത്ര അല്ലാഹു തൗഫീഖ് കൊടുക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പാടുകയാണ്, വഫീനാ നബിയുൻ യത്ലൂ കിതാബഹു ഇദൻ ശഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉ أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن مضاجعه إذا استثقلت بالمشركين المضاجع. മനോഹരമായ കവിതാശകലങ്ങൾ പാടുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഒന്ന് ചിന്തിക്കണേ. നബിതങ്ങളെ മദ്ഹ് ചെയ്യുകയാണ്. വഫീനാ നബിയുൻ, നമ്മളിൽ ഒരു പ്രവാചകരുണ്ട്. യത്ലൂ കിതാബഹു, ആ പ്രവാചകർ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യും. എപ്പോഴാണ് ഓതുന്നത്? ഇദൻ ശഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉ, സൂര്യന്റെ അരുണോദയ കിരണങ്ങൾ പ്രഭാതത്തെ വിടർത്തിക്കൊണ്ട് കടന്നു വന്നാൽ, പ്രകാശം പൊഴിച്ചുകൊണ്ട് പ്രഭാതത്തിൽ സൂര്യൻ്റെതാകുന്ന കിരണങ്ങൾ പൊട്ടിവിടരുമ്പോ പരിശുദ്ധമായ ഖുർആനോദി നമ്മളെ നന്നാക്കി തീർക്കുന്ന ഒരു പ്രവാചകർ നമ്മളോടൊപ്പമുണ്ട്. നബിയുടെ ഖുർആനോത്തിനെ മദ്ഹ് ചെയ്തുകൊണ്ട് പറയാൻ, നബിയുടെ ഖുർആനോത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയാൻ തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീണ്ടും പുകഴ്ത്തി പാടുന്നു. ഇതൊരു സാദാസീത മനുഷ്യനല്ല, ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്തേ കാരണം? ശത്രുക്കളാകുന്ന ആളുകൾ മുഴുവനും ഉറക്കിലേക്ക് പോകുന്ന സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാതെ പാച്ചുരുട്ടി വെച്ചുകൊണ്ട് തന്റെ പാർശ്വങ്ങളെ പടച്ചറപ്പിലേക്ക് തിരിക്കുന്ന വ്യക്തിയാണ്. അള്ളാഹുവിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന വ്യക്തിയാണ്. രാത്രിയിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ട് കാലുനീര് കെട്ടി വീർത്ത വ്യക്തിയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നേരം വെളുക്കുമ്പോൾ ഖുർആൻ ഓതി ആളുകളെ ഹിദായത്തിലേക്ക് ക്ഷണിക്കും. രാത്രിയോ എന്നാ കടന്ന് ഉറങ്ങല്ല. അവിശ്വാസികളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിച്ചുകൊണ്ട് നിലകൊള്ളും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع. ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വഴി നടത്തിയവരാണ് ഈ പ്രവാചകർ. ഇവര് പറഞ്ഞതൊക്കെ ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പുലരുന്ന പ്രവചനം നടത്തുന്ന വ്യക്തിയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ പ്രവാചകരെ മദ്ഹ് ചെയ്ത് മനോഹരമായ വരികൾ ചൊല്ലി യാത്രാവേളയിൽ സ്വഹാബത്തിന്റെ ക്ലേശങ്ങൾ തീർത്തുകൊണ്ട് പ്രവാചകരെ പ്രകീർത്തിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ ഇന്ന അഖല്ലകും ലാ യുഖാലു ലകും അർറഫസാ. നിങ്ങളുടെ സഹോദരനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഈ പറഞ്ഞതൊന്നും പാഴ്വാക്കല്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.
നബിയെ മദ്ഹ് ചെയ്തപ്പോൾ എതിർക്കുകയല്ല ചെയ്തത്. നബി തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രകീർത്തനത്തിന്റെ മനോഹരമായ കവിതകൾ ചൊല്ലിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്ന അഖല്ലകും ലാ യുഖാലു ലകും മർറഫാ. നിങ്ങളുടെ സഹോദരനാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു റവാഹ പറഞ്ഞത് പാഴ്വാക്കല്ല കേട്ടോ. ഹബീബ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ പറഞ്ഞില്ലേ എല്ലാ കാര്യവും ശരിയാണ്. ഞാൻ പുലരുന്ന പ്രവചനമേ പറയത്തുള്ളൂ. നേരം വെളുക്കുമ്പോൾ ജനങ്ങളെ ഹിദായത്തിലേക്ക് നയിക്കാൻ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളും, രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് നിസ്കരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞില്ലേ? ഒക്കെ കറക്റ്റാണ്. മദ്ഹ് ചെയ്തപ്പോൾ സമ്മതം മൂളി സയ്യിദുനാ റസൂലുള്ളാഹി, എതിർത്തില്ല. അതൊക്കെ പഠിക്കണം. അതിനെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലേക്ക് കണ്ണ് മിഴിച്ചു നോക്കണം. കണ്ണടച്ചിരുന്ന കാണത്തില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശരിക്കും പഠിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ചൊല്ലിക്കൊണ്ട് നിലകൊണ്ട സ്വഹാബത്താണ്. അറിയില്ലേ നിങ്ങൾക്ക് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ വലഅ മിംബറൻ ഫിൽ മസ്ജിദ്. മദീന പള്ളിയിൽ ഒരു സ്റ്റേജ് കന്നന പ്രവാചകർ കെട്ടിക്കൊടുത്തു. ആർക്കെന്നറിയുമോ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ സംഭവം. പള്ളിയിൽ ഒരു സ്റ്റേജ്. എന്തിനാ പള്ളിക്കകത്ത് സ്റ്റേജ്? എന്തിനാ? നബിയെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടുപാടാൻ. ആർക്ക്? സ്വഹാബിയായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാട്ടുപാടാൻ നബിതങ്ങൾ തന്നെ പറഞ്ഞിട്ട് ഒരു മിമ്പർ, ഒരു സ്റ്റേജ് കെട്ടിക്കൊടുത്തു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മദ്ഹ് ചൊല്ലാൻ വേണ്ടി മാത്രം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കാരണം ഇതൊരു സാധാ സീതാ മനുഷ്യനല്ല, അള്ളാഹു പോലും പ്രകീർത്തിച്ച മനുഷ്യനാണിത്. അല്ലാഹു പ്രകീർത്തിച്ചു. ഇത്ര നേരം പറഞ്ഞ് നബി പ്രകീർത്തിച്ചെന്നല്ലേ, സഹാബത്ത് പ്രകീർത്തിച്ചെന്നല്ലേ? ഇപ്പൊ എന്താ ഉസ്താദ് പറഞ്ഞ? അല്ലാഹു പ്രകീർത്തിച്ചു. അറിയാതെ പറഞ്ഞ അല്ല, അല്ലാഹു പ്രകീർത്തിച്ച വ്യക്തിയാണ്. അല്ലാഹു ഈ പ്രവാചകരുടെ ശരീരത്തിന്റെ അവയവങ്ങൾ മിക്കതും പറഞ്ഞുകൊണ്ട് സന്തോഷം പങ്കിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവയവങ്ങളെ കുറിച്ച് പറഞ്ഞത് ഖുർആൻ എന്ന് പരിശോധിക്കണേ. അലം നശറഹ് ലക സദറക്. നബിയെ തങ്ങളുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലയോ? നബി തങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു പരിചയപ്പെടുത്തുന്നു. ഇതൊരു സാധാസീത മനുഷ്യനല്ല. ഈ പ്രവാചകരെ മദ്ഹ് എന്നത് അല്ലാഹുവാണ്. നബിയുടെ ഹൃദയത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. അങ്ങനെയാണല്ലോ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയെ കുറിച്ച് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അത് ഭാര്യയാണെങ്കിൽ ഭാര്യയെ കുറിച്ച് പറയും, കാമുകനാണെങ്കിൽ കാമുകനെ കുറിച്ച് പറയും. ആരെയാണ് ഏറ്റവും ഇഷ്ടം അയാളെ കുറിച്ച് പറയാനും അയാളെ കുറിച്ച് കേൾക്കാനാണ് ഏറ്റവും വലിയ ഇഷ്ടം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവാചകരുടെ ഹൃദയത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അലം നശ്റഹ് ലക സദ്റക്. സദ്റക് എന്ന് പറഞ്ഞാൽ, സദ്ർ എന്ന് പറഞ്ഞാൽ എന്താ? സദർ, നെഞ്ച്. സദ്റക്, നിങ്ങളുടെ നെഞ്ചിനെ നാം വിശാലമാക്കിയില്ലേ, ഹൃദയത്തെ വിശാലമാക്കിയില്ലേ? അല്ലാഹു ചോദിക്കുക. ولا تمدن عينيك إلى ما متعنا به أزواجا منهم. ഓ നബിയേ, തങ്ങളുടെ രണ്ട് കണ്ണുകളെ ദുനിയാവിന്റെ അതിപ്രസരങ്ങളിലേക്ക്, ദുനിയാവിന്റെ ആർഭാടങ്ങളിലേക്ക് കൊണ്ടുപോകരുതേ, നീട്ടരുതേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നബിയുടെ ഇരു നയനങ്ങളെ പറ്റി പറഞ്ഞ് അല്ലാഹു സന്തോഷമെടുക്കുകയാണ്. വലാ തമുദ്ദന്ന ഐനൈക്. നിങ്ങളുടെ രണ്ട് കണ്ണുകളും നീട്ടരുത്. നബിയുടെ കണ്ണിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. ലാ തുഹർരിക് ലിസാനക ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന. നബിയെ തങ്ങളുടെ നാവ് പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഓതിത്തരുമ്പോ തങ്ങളെ നാവിട്ടുകൊണ്ട് ധൃതി പിടിച്ചുകൊണ്ട് അടിച്ചടിച്ച് ഓതാൻ വേണ്ടി നിൽക്കണ്ട. തങ്ങളെ ധൃതി കാണിക്കേണ്ട റസൂലേ. ഈ ഖുർആനിനെ സ്ഥിരപ്പെടുത്തി തങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു നൽകൽ നമ്മുടെ കടമയിൽ പെട്ടതാണ് റസൂലേ. ഈ ഖുർആൻ കൊണ്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകരാണ് തങ്ങളെന്നറിയണേ ഹബീബേ.